ഇന്ന് എഗ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. നല്ല എളുപ്പം ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ കുട്ടികൾക്ക് ലഞ്ചിന് കൊടുത്തു വിടാൻ പറ്റിയ ഒരു ഈസി റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം റൈസ് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ജീരക റൈസാണ് എടുത്തിരിക്കുന്നത്. കൈമ റൈസ് ഉണ്ടല്ലോ, അത് ബസ്മതി റൈസ് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് സ്പൈസസ് ആയിട്ട് പെപ്പർ ഇട്ടിട്ടുണ്ട്, അതുപോലെ ഗ്രാമ്പൂ, പട്ട, ഏലക്കായ, ഇത്രയും സാധനങ്ങളിട്ട് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. കഴുകി ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ള റൈസായിരുന്നു. അത് വെള്ളം പോയി കഴിഞ്ഞിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം അതിലേക്ക് നമുക്ക് 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം എന്ന രീതിയിൽ നമുക്ക് വെള്ളം നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് ഒരു 2 or 3 വിസിൽ അത്രയും വേണം കേട്ടോ. എന്തായാലും അരി വേകാനായിട്ട് ഒരു 3 വിസിലെങ്കിലും വേണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. മുട്ട മസാലയാട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് പാൻ വെച്ചിട്ട് പാൻ ചൂടായി വന്നപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക, പച്ചമുളക്, സവാള, കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുക്കുക. സവാള നന്നായിട്ട് മുരിഞ്ഞു വന്നു കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ മസാലപ്പൊടി വേണം കേട്ടോ, കുറച്ച് അധികം ഇടാനായിട്ട്. ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ പൊടികളുടെ പച്ചമണം പോകുന്നവരെ വഴറ്റിയെടുക്കാം. അതിനുശേഷം തക്കാളി ഉണ്ടെങ്കിൽ ഒരു നല്ല വലിയ പഴുത്ത തക്കാളി നന്നായിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചിട്ട് അത് പേസ്റ്റാക്കി ഇട്ട് കൊടുക്കുക. തക്കാളി ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ടൊമാറ്റോ സോസാണ് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തിരിക്കുന്നത്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിന് ഈ ഗ്രേവിയിലേക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള ബോയിൽ ചെയ്തിട്ടുള്ള എഗ്ഗ് ഇട്ട് കൊടുക്കുക. 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അത് 3ഉം ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ മസാല പിടിക്കാൻ വേണ്ടി ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ മൂടി വയ്ക്കുക. അതിനുശേഷം അത് തുറന്നിട്ട് ഒരു 1/4 കപ്പ് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം എന്നിട്ട് നന്നായിട്ട് തിളച്ച് ആ വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് അതിൻ്റെ മീതെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് കവർ ചെയ്യുക, മസാല കവർ ചെയ്യുന്ന രീതിയിൽ റൈസ് ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മീതെ കുറച്ച് കാഷ്യൂ വറുത്തതും സവാള വറുത്തെടുത്തിട്ട് അതും പിന്നെ കുറച്ച് മുട്ടയാണ് കേട്ടോ. അതായത് ഒരു മുട്ട എടുത്തിട്ട് കുറച്ച് കുരുമുളകും ഉപ്പും കൂടി ഇട്ടിട്ട് ചിക്കി പൊരിച്ചെടുത്തിട്ടുള്ള അതുകൂടെ വെതറി കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ മുകളിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് സിമ്മിൽ വയ്ക്കുക. 10-15 മിനിറ്റോളം സിമ്മിൽ അടച്ച് വെച്ചേക്കാം. അതിനുശേഷം എടുത്ത് സെർവ് ചെയ്യുക കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് റൈസ് മുട്ട ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല സ്മെല്ലാട്ടോ തുറക്കുമ്പോൾ തന്നെ. അതുപോലെ നമുക്ക് കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും ഇത് കഴിക്കാനായിട്ട് അത്ര നല്ല ടേസ്റ്റി ആയിട്ട് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക്